മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പ്രൊക്ലെയിം അഥവാ ഏറ്റുപറയുക എന്ന പദം ഉച്ചത്തിൽ ഘോഷിക്കുക എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ദൈവവചനം വളരെയധികം ശക്തിയുള്ളതാണ്. ദൈവവചനം ഏറ്റുപറയുന്നതിലൂടെ അനന്തമായ ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രയർ വേൾഡ് ശ്രോതാക്കൾക്കായി സമർപ്പിക്കുന്നു. എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ ദൈവം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവൻ അത് നിർവഹിക്കും. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവനാകും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ
ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഒരുപക്ഷെ താങ്കൾ നിരാശയിലൂടെ കടന്നുപോകുന്ന വ്യക്തിയായിരിക്കാം. സമാധാനത്തിനായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. യേശു പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ഭയത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിരാശയുടെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഏകാന്തത യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ധനപരമായ ഞെരുക്കത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. ഒരു നല്ല ജോലിക്ക് വേണ്ടിയോ ജീവിതത്തിൽ ഒരു വ്യത്യാസത്തിന് വേണ്ടിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. യേശു നമ്മുടെ ഏതാവശ്യത്തെക്കാളും അധികം വലിയവനാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കരുത്, ദൈവത്തിങ്കിലേക്ക് നോക്കുക. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നോക്കുക, വിശ്വസിക്കുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തുതരും. യേശുവിന്റെ നാമത്തിൽ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭവനം ഒരു അനുഗ്രഹമായി ഇപ്പോൾ തീരട്ടെ. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിത്തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരത്തിന് ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ചോദിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ചോദിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടിയിരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. യഹോവ എനിക്ക് തുണയായിരിക്കുന്നു. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്നും അകറ്റിക്കളയും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും.
നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് പറഞ്ഞ ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഞാൻ ഉഷസ്സിൻ ചിറകു ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്തു ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എന്റെ ഉള്ളിൽ ഫലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ അവൻ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. ഞാൻ യഹോവയ്ക്ക് മാന്യനും എന്റെ ദൈവം എന്റെ ബലവും ആകുന്നു. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്നു പോകുകയില്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു. വിശേഷമായ ഗോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടിവെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്കു ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു വിടുതലിനായി ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം താങ്കൾ. സാഹചര്യം നിങ്ങൾക്ക് എങ്ങനെ പ്രതികൂലമായിരിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആ സാഹചര്യത്തെ എങ്ങനെ അനുകൂലമാക്കുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് സാധിക്കുമെന്ന് ചിന്തിക്കുക. ദൈവം പറയുന്നത് ചെയ്യുക. ഞാൻ പരാജിതനാണ്, എനിക്ക് വിജയം ലഭിക്കുകയില്ലെന്ന് നിങ്ങൾ പറയരുത്. ഞാൻ വീണുപോയി, ഇനി എഴുന്നേൽക്കുവാൻ സാധ്യമല്ലെന്ന് നിങ്ങൾ പറയരുത്. ഞാൻ കടഭാരത്തിലാണ്, ഇതിൽ നിന്നും എനിക്ക് മോചനമില്ലെന്ന് നിങ്ങൾ പറയരുത്. ദൈവവചനം പറയുന്നത് ശ്രദ്ധിക്കുക, അത് ഏറ്റുപറയുക. ഭയപ്പെടരുത്. പരാജയം സ്വപ്നം കാണരുത്. നഷ്ടങ്ങൾ സ്വപ്നം കാണരുത്. ആത്മഹത്യ ഭാവന കാണരുത്. ചിന്തകളെ നിയന്ത്രിക്കുക. ചിന്തകളെ ദൈവവചനത്തിലേക്ക് തിരിച്ചുവിടുക. വിജയം സ്വപ്നം കാണുക. അഭിവൃദ്ധി സ്വപ്നം കാണുക. സന്തോഷം സ്വപ്നം കാണുക. സമാധാനം ഭാവന കാണുക. രോഗസൗഖ്യം, വിടുതൽ ഭാവന കാണുക. ദൂതൻ മറിയോട് പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. നിങ്ങളുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവത്തിന് ഇന്ന് കഴിയും. കാരണം അവൻ സർവശക്തനാണ്. ദൈവവചനം പറയുന്നു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. യേശുവിന്റെ നാമത്തിൽ പരാജയ ഭീതി നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ആത്മഹത്യയുടെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഭവനത്തിൽ നിന്ന് മാറിപ്പോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹൃദയങ്ങളിൽ സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.
രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ രോഗം വലുതോ ചെറുതോ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്നും അകറ്റിക്കളയും. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളുടെ മേൽ കരം വെച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും. സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഒരത്ഭുതത്തിനായി, വിടുതലിനായി നിന്റെ സന്നിധിയിൽ വരുന്നു. മത്തായി 18:18 പറയുന്നു: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നു. സാത്താനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്റെ, സഹോദരിയുടെ ജീവിതത്തിൽ നിന്ന് കരമെടുത്ത് മാറ്റുവാൻ ഞാൻ സാത്താനോട് കൽപ്പിക്കുന്നു. പിശാചിന്റെ എല്ലാ അടിമനുഖത്തെയും ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തകർക്കുന്നു. ദൈവമേ, അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ദൈവിക ശക്തി ഭവനങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങട്ടെ, വ്യക്തികളിലേക്ക് ഇപ്പോൾ ഇറങ്ങട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവിക ശക്തി സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സകല രോഗാത്മാക്കളെയും ഞാൻ ബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദരന്റെ, പ്രിയ സഹോദരിയുടെ ശരീരം വിട്ട് പോകുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പിതാവേ, എന്നെ ശ്രവിക്കുന്ന എല്ലാ വ്യക്തികളും ദൈവിക ശക്തിയാൽ ഇപ്പോൾ നിറയട്ടെ. അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവിക ശക്തി വ്യക്തികളിൽ പ്രവർത്തിച്ചതിനായി ഞാൻ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ ആമേൻ.
വന്നവൻ